ഈ സഭാ സെറ്റപ്പും സന്നാഹവും അല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സഭയെ ദൈവം ഭാരതത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഡൂയിങ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട്. ചെയ്യുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയും വ്യത്യസ്തമായ ഒരു റിസൾട്ട് കാണണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ശുദ്ധഭ്രാന്ത്. അല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിരന്തരം ചെയ്യുകയും വ്യത്യസ്തമായിട്ടൊരു റിസൾട്ട് കാണണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അല്ലേ? ചക്കക്കുരു കുഴിച്ചിട്ടാൽ ഒരു പ്ലാവ് കിളിച്ച് വന്നിട്ട് ആ മരത്തിലൊരു ചക്കയുണ്ടാവും. ഏതെങ്കിലും പ്ലാവിൽ ഇന്ന് വരെ ഒരു തേങ്ങ ഉണ്ടായി കണ്ടുണ്ടോ? നിങ്ങളൊരു പ്ലാവ് നട്ടേച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നെങ്കിലും ഇതിലൊരു തേങ്ങ കായ്ക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും തേങ്ങ കായ്ക്കത്തില്ല. തേങ്ങ തെങ്ങിലേ കായ്ക്കൂ, ഉറപ്പല്ലേ? അല്ലെങ്കിൽ കൃഷി ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കുക, അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം അതിൻ്റെ റിസൾട്ടേ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായ റിസൾട്ടാണ്. പലരും പറയാറുണ്ട്, ഞാൻ ആ സഭയിൽ വന്നിട്ട് ആരും എന്നെ കണ്ടൊന്ന് ചിരിക്കുന്നില്ല. തിരിച്ച് നിങ്ങൾ ചിരിക്കാറുണ്ടോ? എൻ്റെ വീട്ടിൽ ഇന്ന് വരെ ആരും വന്നില്ല. ആ പരാതിയുള്ളൊരു കൈ പൊക്കണ്ട, എനിക്കറിയാം ആരെങ്കിലുമൊക്കെ പൊക്കിക്കളഞ്ഞു. തിരിച്ച് നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇതാണ് പ്രശ്നം, അല്ലേ? നമ്മളെല്ലാവരും ഒരു ചർച്ചിൽ വരുമ്പോൾ ഒരു റിസീവിങ് എൻഡിലാണ് ഇരിക്കുന്നത്. എല്ലാം ഇങ്ങോട്ട് എനിക്ക് വേണം, പക്ഷേ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? ഒരു ഗിവിങ് എൻഡിലാണോ നമ്മളിരിക്കുന്നത്? ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ആ സന്തോഷം. അപ്പം ഇവിടെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, വാട്ട് യു വാണ്ട് ടു സീ ഹാപ്പനിങ് ഇൻ ദ കമ്മിങ് ഡേയ്സ്? വരുന്ന ആളുകളിൽ സഭയിൽ എന്ത് നടന്നു കാണുവാൻ, എങ്ങനെയായിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു? അതിനുവേണ്ടി വാട്ട് ആർ യു വില്ലിങ് ടു റിസ്ക് ഫോർ ഇറ്റ്? അതിനുവേണ്ടി എന്ത് വില കൊടുക്കുവാൻ, അല്ലേ? അതിനുവേണ്ടി ഒരു വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയാൻ തയ്യാറാണോ? ഒരു കോവിഡ് വന്ന് ലോക്ക്ഡൗൺ വന്നപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ അറ്റൻഡൻസ് 0 ആയിപ്പോയി. ഒരു കാലത്ത് ഓർമ്മയുണ്ടല്ലോ, 2019 പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല മാർച്ച് 31 ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച തന്നെ പൂട്ടി. അത് കഴിഞ്ഞ് നമുക്കറിയാം ഈ 2020 എത്രയോ മാസങ്ങൾ സഭകൾ മുഴുവൻ പൂട്ടിയിട്ടു. ഇനി പൂട്ടിയിട്ട സഭകൾ പലതും തുറന്നെങ്കിലും ജനങ്ങൾ തിരിച്ച് സഭയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് ലോകമെമ്പാടും അങ്ങനെയായിരുന്നു. വലിയ വലിയ മെഗാ ചർച്ചുകൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പൂട്ടിപ്പോയ ചരിത്രമുണ്ട്, അല്ലേ? അനേക പാസ്റ്റർമാർ എന്നോടും പറയുന്നത്, ഞങ്ങളുടെ ചർച്ചിൽ ഇതുവരെ പണ്ട് കോവിഡിന് മുമ്പുണ്ടായിരുന്ന ആളുകളിൽ പകുതി പോലും തിരിച്ച് വന്നിട്ടില്ല ബ്രദറെ, ഇപ്പോഴും അവർ സൂമും കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഫിസിക്കൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞത് ഹാസ് ബീൻ ഇൻ ഡിക്ലൈൻ ഡ്യൂറിങ് ദ പാസ്റ്റ് മെനി മന്ത്സ് ആൻഡ് ഇയേഴ്സ്. അതാണ് സത്യം. അപ്പം ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സഭ ഈ ഗ്യാതറിങ് എന്നുള്ളതിനെക്കാട്ടിലും ഇറ്റ് ഷുഡ് ചേഞ്ച് ഇറ്റ്സ് ഫോക്കസ് ടു കണക്റ്റിങ്, അല്ലേ? എല്ലാവരും കൂടി ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് നമ്മൾ ഒരുമിച്ച് കൂടുന്നു എന്നുള്ള സന്തോഷമാണ്. പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്. ഇറങ്ങിപ്പോയി എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം, ബന്ധപ്പെടണം, കുടുംബങ്ങളെ കാണണം, വ്യക്തികളെ കാണണം, അല്ലേ? ജനങ്ങളെ പോയി കണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ സാക്ഷികളാണ്, അവരോട് സുവിശേഷം പറയണം. അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ദർശനം ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദർശനമാണെങ്കിൽ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മിഷൻ നമ്മൾ മിസ് ചെയ്തു. അതാണ് സത്യം. സഭയെക്കുറിച്ച് എപ്പോഴും ഒരു സ്വപ്നമുള്ളത് വേറെ ആർക്കുമല്ല, നമുക്കാർക്കുമല്ല സ്വപ്നം വേണ്ടത്. കർത്താവിനൊരു സ്വപ്നമുണ്ട് തൻ്റെ സഭയെക്കുറിച്ച്. ആ സ്വപ്ന സാക്ഷാത്കാരം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് സഭയിൽ ജീവനോടിരിക്കുന്ന നമ്മളെ കൊണ്ടാണ്. അതാണ് കാര്യം, അല്ലേ? ദൈവം ക്രിസ്തു തൻ്റെ സഭയെ പണിയുന്നു. പക്ഷേ താൻ പണിതത് ഇന്ന് ഭൂമിയിലായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കൊണ്ടാണ് ആ സഭയെ താൻ പണിയുന്നതെന്നുള്ള ഓർക്കണം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാലത്ത് സഭയെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കെട്ടിടം ദൈവം തന്നെങ്കിൽ, ഇപ്പോൾ വാടകയായിരിക്കാം ഇത്, പക്ഷേ ഇവിടെ നമ്മൾ ദൈവം തന്നിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ടു എക്വിപ്പ് പീപ്പിൾ, നോട്ട് ടു ഗ്യാദർ ദം. ഇവിടെ വരുന്നവരെ പരിശീലിപ്പിച്ച് സജ്ജരാക്കി പുറത്തേക്ക് അയക്കാൻ വേണം സഭയുടെ എല്ലാ റിസോഴ്സസും ഉപയോഗിക്കപ്പെടേണ്ടത്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്?
ഇത് രാവിലത്തെ ഇംഗ്ലീഷ് സർവീസും നെക്സ്റ്റ് ജെൻ സർവീസ് എന്നങ്ങ് പേരിട്ടു. ഒന്നാം ഞായറാഴ്ചത്തെ ആദ്യത്തെ സർവീസ് ഒരു യൂത്ത് സർവീസ് ആയിരിക്കും. നിങ്ങൾ രാവിലെ വന്നവരെല്ലാം വളരെ സന്തോഷമായിട്ട് പറഞ്ഞു. വന്ന് കയറിയപ്പോഴേ കുട്ടികൾ അവരെ വെൽക്കം ചെയ്തു, കുട്ടികൾ അവരെ കൊണ്ടിരുത്തി, കുട്ടികൾ തന്നെ കാര്യങ്ങൾ ചെയ്തു, കുട്ടികൾ തന്നെ വന്ന് പറഞ്ഞാൽ അവരെ ഇൻട്രഡക്ഷൻ പറഞ്ഞു, കുട്ടികളെ വന്ന് കൊച്ചൊരു പ്രബോധനം പറഞ്ഞു, അത് കഴിഞ്ഞ് അവരുടെ യൂത്ത് പാസ്റ്റർ വന്നൊരു വചനം പറഞ്ഞു, അല്ലേ, എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് പോയി. അപ്പോൾ ഇന്ന് പലരും ഫസ്റ്റ് സർവീസ് വന്നവർ പറഞ്ഞു, ദാറ്റ്സ് വെരി ഗുഡ്, ഞങ്ങൾക്കിപ്പം ഒത്തിരി പ്രതീക്ഷയുണ്ട്, കാര്യം ദൈവസഭ മുന്നോട്ട് പോകും, അല്ലേ, കർത്താവ് വരുന്നവരെ ദൈവസഭയുണ്ടായിരിക്കും. പല രാജ്യങ്ങളിൽ ഇന്ന് ദൈവസഭ ഇല്ല, കാര്യം അടുത്ത തലമുറ ഇല്ല, തലമുറ നാട് വിട്ടുപോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു തലമുറ മരിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത തലമുറയിൽ സഭയിൽ ആളില്ല. ഇതാണ് അവസ്ഥ. അപ്പം ഇത് നമ്മൾ നല്ലവണ്ണം ഓർക്കണമേ. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാനായി ഓരോരുത്തരെയും സജ്ജമാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ. പക്ഷെ പ്രശ്നം, നമ്മൾ എത്രയും അധികം ആൾക്കാരെ ഞായറാഴ്ച ഒരു കെട്ടിടത്തിൽ ഒരേ സമയത്ത് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ പദ്ധതി മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള സഭകളിന് ഒത്തിരി നാൾ പോകത്തില്ല പ്രിയപ്പെട്ടവരെ. കാര്യത്തിലേക്ക് ഞാൻ വരാം. ഒരു വാക്യം നമുക്ക് വായിക്കാം, ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടി വായിക്കാം. ഹഗായി 2:9. ഹഗായി ചാപ്റ്റർ 2 വേഴ്സ് 9. ഹഗായി 2:9. ഹഗായി എവിടെയാണെന്ന് അറിയാമോ? അറിയത്തില്ലെങ്കിൽ പതുക്കെ ഇൻഡെക്സ് എടുത്തൊന്ന് നോക്കുക. നാണക്കേടൊന്നുമില്ല, ദൈവമുമ്പാകെ നമ്മളെ തന്നെ അല്ലേ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ വരിക. ഇപ്പം എല്ലാവരും ഹഗായി എവിടെയാണ്, അതിന് തൊട്ട് മുമ്പിലുള്ള ഏത് പുസ്തകമാണ്, അത് കഴിഞ്ഞുള്ള അടുത്ത ഏത് പുസ്തകമാണെന്ന് എനിക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം പ്രത്യേകിച്ച് ആർക്കെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ ഒഴിച്ച് നിങ്ങളുടെ ഭാര്യയുടെയും കൂടെ അറിയാമായിരിക്കും, മൂന്നാമതൊരു ഫോൺ നമ്പർ കാണാതെ അറിയാമോ? അറിയത്തില്ല. അങ്ങനത്തെ കാലമാണ്, കാരണം അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതുപോലെയാണ് ബൈബിൾ ഇപ്പം പറഞ്ഞ പോലെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അറിയേണ്ട. ഹഗായി 2:9. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഒരാമയും പറഞ്ഞാട്ട്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മണ്ണന്തല സ്ഥലം എന്നുള്ള അർത്ഥമല്ല, പ്രത്യേകിച്ച് ഭാരത സഭയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭാരത സഭയിൽ വരുന്ന ആളുകളിൽ നമ്മൾ വിചാരിക്കും വലിയ കലക്കമാണ്, വലിയ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, പീഡയാണ്, പ്രതികൂലമാണ്. അതൊക്കെ ഉണ്ടാവും, അതെന്നും ഉണ്ടായിരുന്നു സഭയിൽ. പക്ഷേ ഈ വചനപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു, ഇനിയുള്ള ഭാരത സഭയുടെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലിയതായിരിക്കും. അത് വിശ്വസിച്ച് നമുക്ക് രാമയം പറയാം. ഭാരത സഭയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ഭാരത സഭ എഴുന്നേറ്റ് ലോക രാജ്യങ്ങൾക്ക്, രാഷ്ട്രങ്ങൾക്ക്, അല്ലെങ്കിൽ ആഗോള സഭയ്ക്കൊരു മാതൃകയായി ഭാരതസഭ എഴുന്നേൽക്കാൻ പോകുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ സഭയല്ല, ഈ സഭാ സെറ്റപ്പും സന്നാഹവും അല്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സഭയെ ദൈവം ഭാരതത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? ഞാനത് വിശ്വസിക്കുന്നു. യെശയ്യാ 60 1-2 വാക്യം നമ്മൾ പലപ്പോഴും ഇത് വായിക്കാറുണ്ട്. യെശയ്യാ 60 ഐസയ്യാ 60:1-2 അവിടെ എഴുതിയിരിക്കുന്നത്, എഴുന്നേറ്റ് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഭാരത സഭയോട് ഉള്ള ഒരു ദൂതായിട്ട് നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഭാരത സഭയെ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി, പാസ്റ്റർ തൊട്ട് മുമ്പ് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പല പാസ്റ്റർമാരും നിരാശപ്പെട്ട്, അവർ ഭയപ്പെട്ട് ശുശ്രൂഷ നിർത്തി, അല്ലെങ്കിൽ ഒരിടത്ത് നിന്നുപോയി. കാര്യം പീഡ കാരണം കൂടാൻ കഴിയുന്നില്ല. പള്ളിയുള്ള കുരിശു വെച്ച പള്ളി മാത്രമേ ആരാധിക്കാൻ കഴിയുന്നുള്ളൂ. എൻ്റെ അർത്ഥം വീടുകളിൽ കൂടാൻ കഴിയുന്നില്ല, സ്കൂളുകളിലോ മറ്റ് ഓഡിറ്റോറിയങ്ങളിലോ ഒന്നും കൂടാൻ കഴിയുന്നില്ല. പലരും പൂട്ടി വരികയാണെന്നുള്ളൊരു നിരാശപ്പെടുത്തുന്ന സന്ദേശമല്ലേ, ഒരു വാർത്തയല്ലേ നേരത്തെ പാസ്റ്റർ പറഞ്ഞത്. പക്ഷെ ഇപ്പം ശരിയാണ്, ദ റിയാലിറ്റീസ് പീപ്പിൾ ആർ ലീവിങ്, പീപ്പിൾ ആർ കമ്മിങ് ബാക്ക് എന്നുള്ളത് സത്യമാണ്. പലരും മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു മാർച്ചിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, മാർച്ചിലേക്ക് തിരിച്ചു വരാനായി മനസ്സ് വെച്ചിരിക്കുന്ന ഇവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അടുത്തത്, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും, കണ്ടോ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. ഇതാണ് ഇന്ന് ഇന്ത്യയിലും സംഭവിക്കുന്നത്. ഇന്ത്യയിൽ ഒരു അന്ധകാരം വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ പറഞ്ഞ ഒരു കൂരിരുട്ട് മൂടുന്നു. അത് സത്യമാണ്, അത് ഭയപ്പെടണ്ട. അനേകർ പറയുന്നു, കഴിഞ്ഞൊരു ദിവസം ഒരു പ്രത്യേക ഡേറ്റ് പറഞ്ഞിട്ട് അന്നേ ദിവസം തൊട്ട് ഭാരതം ഇനി ഇരുട്ടിലാണെന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ.
ചിലർ പറയുന്ന അല്ല, കുറച്ചുകൂടെ ഒരു അടുത്ത ഇലക്ഷൻ കൂടെ വന്നോട്ടെ, അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും, എല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് ഇരുട്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ആയിക്കോട്ടെ, അങ്ങനെ ഇരുട്ട് വരട്ടെ, അങ്ങനെ കൂരിരുട്ട് മൂടട്ടെ. പക്ഷെ അവിടെയാണ് നമ്മോട്, ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കൂരിരുട്ടും അന്ധകാരവും ഉള്ളിടത്താണ് പ്രകാശത്തിൻ്റെ ആവശ്യം. ഹല്ലേലൂയ. പ്രകാശത്തിൻ്റെ പ്രകാശം മനസ്സിലാക്കണമെങ്കിൽ ശരിക്കുള്ള ഇരുട്ട് വരണം. ശരിക്കുള്ള കൂരിരുട്ടുള്ളിടത്താണ് ഒരു പ്രകാശത്തിൻ്റെ, അതൊരു മെഴുതിരിയായ പോലും ഇറ്റ് മേക്സ് എ ഡിഫറൻസ് when it is utter darkness. ശരിക്കും കൂരിരുട്ടുള്ളിടത്താണ് ഒരു ചെറിയ തീനാളം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രകാശത്തിൻ്റെ മഹത്വം മനസ്സിലാക്കും. അതിൻ്റെ അർത്ഥം കൂരിരുട്ട് വരുമ്പോൾ മെഗാ ചർച്ച് ഉണ്ടാവുമെന്നല്ല. കൂരിരുട്ടുള്ളിടത്ത് ഒരു ചെറിയ വിശ്വാസി ഒരിടത്തുണ്ടെങ്കിൽ ആ പ്രകാശം വലിയ ഗുണം ചെയ്യും, വലിയ ഗുണം ചെയ്യും. അങ്ങനെയെങ്കിൽ ഭാരതത്തിലെ ദൈവസഭ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട നാളുകളായി. അതിന് കാരണം കൂരിരുട്ടും അന്ധകാരവും മൂടിയിരിക്കുന്നു, അല്ലേ? കൂരിരുട്ടും അന്ധകാരവും നമ്മുടെ ദേശത്തും മൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് എഴുന്നേൽക്കേണ്ടത്. ഇന്നത്തെ സഭയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ഈ ദിവസങ്ങളിൽ ചിലർക്കൊക്കെ ഇത് പ്രസംഗിക്കുകയും ചെയ്തു, ലൈഫ്ലെസ്നെസ്, അല്ലേ? നിർജീവാവസ്ഥ. കേരളത്തിലെ ദൈവസഭയുടെ ഒരു അവസ്ഥ നിർജീവാവസ്ഥ, ജീവനില്ലാത്തൊരവസ്ഥ. അതിനെ ഒന്ന് ജീവിപ്പിച്ചെടുക്കാൻ ഒരു മറുമരുന്ന് ഒന്നേ ഉള്ളൂ, പ്രാർത്ഥന. രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ ഒരു മോള് വന്ന് പ്രാർത്ഥനയെക്കുറിച്ചൊരു ചെറിയ പ്രബോധനം പറഞ്ഞു. വേറെ മാർഗമില്ല. ദൈവസഭ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ഒരു നിർജീവ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. രണ്ടാമത്തെ ഇന്നത്തെ അവസ്ഥ, സഭയുടെ അവസ്ഥ ലൈസൻസ്. അതായത് നേരത്തെ നമ്മൾ കേട്ടല്ലോ, പാപത്തെ പാപമെന്ന് വിളിക്കാതെ എന്തും ചെയ്യാനുള്ളൊരു ലൈസൻസ്, ഒരു അനുവാദം കിട്ടിയതുപോലെയാണ് സഭയുടെ ഇന്നത്തെ ഒരവസ്ഥ. അതിനൊറ്റ വഴിയേ ഉള്ളൂ, അതിനൊരു മറുമരുന്നേ ഉള്ളൂ. എന്താണ്? ഡിസൈപ്പിൾഷിപ്പ്, ഇൻറ്റൻഷണൽ ഡിസൈപ്പിൾഷിപ്പ്. ഓരോ വിശ്വാസിയും ഒരു ശിഷ്യനാകാതെ പറ്റത്തില്ല, അല്ലേ? സഭയിലേക്ക് വരുന്നത് മറ്റൊന്നിനുമല്ല, സ്നാനപ്പെട്ട് സഭയിൽ ചേരുന്നത് കല്യാണം കഴിക്കാനും കുഴിച്ചിടാനുമല്ല, സഭയിൽ ചേരുന്നത് മറ്റൊന്നിനുമല്ല, ഒരു ശിഷ്യനായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് സഭയിൽ ശിഷ്യന്മാർ കുറഞ്ഞു പോകുന്നു. സഭയിൽ അംഗങ്ങളുണ്ടായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ മെമ്പേഴ്സ് ഉണ്ട്, പക്ഷേ ഡിസൈപ്പിൾസ് ഇല്ല. ഇന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കണം, ആം ഐ എ മെമ്പർ ഓഫ് എ ചേർച്ച് ഓർ ആം ഐ എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാണോ, അതോ ഞാനൊരു സഭയിലെ അംഗം മാത്രമാണോ? അംഗങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇപ്പോൾ ഒരു അംഗവും ഇല്ല. എല്ലാവരും എത്ര പെട്ടെന്ന് ആ സ്റ്റേറ്റസ് മാറിയത്, അല്ലേ? ഇങ്ങോട്ട് പടികേറി വന്നപ്പോൾ എല്ലാ അംഗങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേ. പക്ഷേ ഇപ്പം ഇത്ര പെട്ടെന്നൊരു മാനസാന്തരം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എല്ലാവരും ശിഷ്യന്മാരായി, അല്ലേ? എല്ലാവരും ശിഷ്യന്മാരായി. ശരിയാ, നമ്മൾ ശിഷ്യന്മാരായി കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരും, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹത്തിന് മാറ്റം, നമ്മുടെ ക്ഷമയ്ക്ക് മാറ്റം, നമ്മുടെ അന്യോന്യമുള്ള അംഗീകരണത്തിന് മാറ്റം വരും, അല്ലേ? ഇത് ഇന്ന് കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവർ. മൂന്നാമതൊരു കാര്യം ഞാൻ എന്ത് പറഞ്ഞു? ലൈഫ്ലെസ്നെസ്, നിർജീവ അവസ്ഥ. 2, ലൈസൻസ്, അനുവാദം, എന്തും ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം സഭയ്ക്കുള്ളിൽ വന്നിരിക്കുന്നു. അത് മാറണം പ്രിയപ്പെട്ട. ഒരു ശിഷ്യനാവുമ്പം ആ ഒരു തൻ്റെ ഇടം മാറി താഴ്മ, അല്ലേ? ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശുശ്രൂഷ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ദൈവഭയത്തോടുകൂടെ സകലരെയും ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് മാറും. ഇന്ന് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്റ്റേജിൽ വരണം, എല്ലാവർക്കും മൈക്ക് പിടിക്കണം, എങ്കിൽ മാത്രമേ ശുശ്രൂഷ വരത്തുള്ളൂ. അല്ല, നമ്മുടെ നാഥൻ നമുക്ക് കാട്ടിത്തന്നത് വെള്ളമെടുത്ത് തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ചെന്ന് നിലത്തിരുന്ന് അവരുടെ കാലെടുത്ത് വെള്ളം കൊണ്ട് കഴുകി തുവർത്തി, അങ്ങനെയുള്ളൊരു ശുശ്രൂഷയാണ് നമ്മുടെ നാഥൻ നമുക്ക് മാതൃകയായി കാട്ടിത്തന്നിട്ട് പോയത്. അങ്ങനെ ശുശ്രൂഷിക്കുന്നവരുടെ കൂട്ടവും കൂടെ ആയിരിക്കണം സഭ പ്രിയപ്പെട്ടവരെ. അപ്പോൾ മൂന്നാമത്തത് ലീഗലിസം. അതെന്താണെന്നറിയാമോ? ലീഗലിസം, നിയമവാദം, അല്ലേ? എന്തു പറഞ്ഞാലും ഒരു തർക്കവും ഒരു വാദവും. നേരത്തെ നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു ജഡ്ജി എപ്പോഴും ഈ പറഞ്ഞ ഒരു ഉയർന്ന പീഠത്തിലിരുന്നാണ് വിധി പ്രസ്താവിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഉയർന്ന പീഠമൊന്നും വേണ്ട, പക്ഷേ എല്ലാവരും നമ്മളിരുന്നുകൊണ്ട് അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. എല്ലാവരെയും നമ്മൾ അങ്ങ് കൈ ചൂണ്ടി, അല്ലേ? കൈ ചൂണ്ടുന്നത്, പഴയ നിയമത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, കൈ ചൂണ്ടുന്നത് നിൻ്റെ ഇടയിൽ നിന്ന് നിർത്തണമെന്ന്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ആരെയൊക്കെയും കൈ ചൂണ്ടും, അല്ല? ആരെയും, എല്ലാ ശുശ്രൂഷകളെയും, എല്ലാ ശുശ്രൂഷന്മാരെയും, എല്ലാ പാസ്റ്റർമാരെയും, എല്ലാ സഭകളെയും, അല്ലേ? എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മളങ്ങ് കൈ ചൂണ്ടി അങ്ങ് വിധിക്കുക. ദയവായി നമ്മുടെ ഇടയിൽ നിന്ന് ഈ കൈ ചൂണ്ടൽ നിർത്തണം പ്രിയപ്പെട്ടവരെ. നമുക്ക് ആരെയും കൈ ചൂണ്ടി വിധിക്കുവാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ ഒന്നുകൂടെ കേട്ടു, സമയം വരുന്നതുവരെയും
കയറി വിധിച്ച് കളയരുത്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടോ? വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കൈ ചൂണ്ടി വിധിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി ആ ലീഗലിസത്തിന് ഒറ്റ മറുമരുന്നേ ഉള്ളൂ. എന്താണ്? ഇവാഞ്ചലിസം. നമ്മൾ ഈ സുവിശേഷവുമായിട്ട് നമ്മൾ ഇറങ്ങിയാൽ പിന്നെ ഈ പറഞ്ഞ കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും, നേരത്തെ പറഞ്ഞ പോലെ മാഗ്നിഫൈങ് ഗ്ലാസും വെച്ച് ഇങ്ങനെ അടുത്ത ആളുടെ കുറ്റം കണ്ടുപിടിക്കാൻ പിന്നെ എനിക്ക് നേരമില്ല. കാരണം ആ നേരം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായിത്തീരും. അല്ലെങ്കിൽ ഞാൻ യേശുവിനെ പറ്റി ഒരാളോട് പറയും. അതല്ലാതെ എനിക്ക് ഈ പറഞ്ഞ പോലെ വിധിക്കാൻ നേരമില്ല. അപ്പം 3 കാര്യം: ലൈഫ്ലെസ്നെസ്, ലൈസൻസ് ആൻഡ് ലീഗലിസം. അത് 3-നുള്ള പരിഹാരം: 1 പ്രാർത്ഥന, 2 ശിഷ്യത്വം, 3 സുവിശേഷീകരണം. അപ്പം സഭയിൽ പ്രാർത്ഥനയും സഭയിൽ ശിഷ്യത്വവും സഭയിൽ സുവിശേഷീകരണവും വന്നാൽ ഈ പറഞ്ഞ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ താനേ അങ്ങ് മാറും. ഒരു തിരി കത്തിക്കുമ്പം അവിടെയുള്ള അന്ധകാരം താനേ പോവും. നമ്മൾ ഒരു ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ട് പോയാ എന്ന് ചോദിക്കാറുണ്ടോ? ഇനി ആ ഇരുട്ട് പോയ സ്പീഡൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ലൈറ്റ് വന്ന സ്പീഡിൽ ഇരുട്ട് പോയി. ഇതുപോലെ ഈ 3 കാര്യങ്ങൾ സഭയിൽ വരുമ്പം മറ്റ് 3 കാര്യങ്ങൾ അപ്പോഴേ പോവും. ഈ 3 കാര്യം വരാതെ മറ്റേ 3 കാര്യം പോകണമെന്ന് നമ്മൾ ചടിക്കരുത്. കാര്യം ഇന്ന് പലപ്പോഴും ഈ ലൈഫ്ലെസ്നെസ് ഇന്നും സഭയിലുണ്ടെങ്കിൽ പ്രാർത്ഥന ഉയർന്നില്ല എന്നർത്ഥം. ഇന്നും നമ്മൾ പാപം ചെയ്ത് ജീവിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും ശിഷ്യരായിട്ടില്ല. ഇപ്പോഴും നമ്മൾ അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ സുവിശേഷീകരണം നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു വാക്യം മാത്രം അടുത്തൊന്ന് വായിച്ചോട്ടെ. നമുക്ക് യേശു ഈ ഭൂമിയിലായിരുന്നപ്പം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. യേശു 5000 പേരെ പോഷിപ്പിച്ച സംഭവം നമുക്കറിയാം. 4 സുവിശേഷങ്ങളിലുണ്ട്. മത്തായി 14, മാർക്കോസ് 6, ലൂക്കോസ് 9, യോഹന്നാൻ 6. 4 സുവിശേഷന്മാരും വിട്ടുപോകാതെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം. അടുത്തത് 5-ാം വാക്യം. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. നിൽക്കട്ടെ. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്. ഇന്ത്യയിൽ ഇപ്പോൾ എത്ര ജനസംഖ്യയുണ്ട്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏതാ? പണ്ട് നമ്മൾ പറയും ചൈന എന്ന് പറയും. ഇനിയിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഫസ്റ്റ് അടിച്ച് അല്ലേ? നമ്മളിപ്പോൾ 1ാമതായി. എത്രയാ ജനസംഖ്യ എന്നറിയാമോ? എത്ര? 120. ഏത് കാലത്താണ് ജീവിക്കുന്നത്? 140+. ഒരു പ്ലസ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. 120 130 140 താണ്ടി മുന്നോട്ട് പോവുക അല്ലേ? ഇത്രയും ജനസംഖ്യയുള്ളൊരു ദേശത്ത് ജീവിക്കുന്ന നമ്മളെ, ഫിലിപ്പോസിനെ അങ്ങ് വിട്, നമ്മളെ നോക്കിയിട്ട് യേശു എന്താ പറഞ്ഞത്? ഇവർക്ക് തിന്നുവാൻ വിശന്ന് തളർന്ന് വീട് വിട്ട് ദൂരെയാണ്, കുറേ സമയമായിട്ട് ഇവരോട് ഇരിക്കുന്നു, തിരിച്ചു പോകുമ്പോൾ ഒരു ക്ഷീണം കൊണ്ട് വീഴും അല്ലേ? കൊച്ചു കുട്ടികളുണ്ട്. ഇവരെ സഹായിക്കുവാൻ നമുക്ക്, അതായത് ഇവർക്ക് ഇപ്പം വേണ്ടുന്ന അപ്പമാണ്, ഈ അപ്പം കൊടുക്കുവാൻ നമ്മൾ എവിടെ നിന്ന് നമ്മൾ അത് സംഘടിപ്പിക്കും എന്ന് ആരോട് ചോദിച്ചു? ഫിലിപ്പോസിനോട്. ഇനി യേശുവിനൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ചിലപ്പോൾ യേശുവിൻ്റെ ചില ചോദ്യങ്ങളൊക്കെ സിൻസിയറായിട്ട് ഇന്നസെൻ്റായിട്ടും അങ്ങ് എടുക്കും. അയ്യോ പാവം, യേശു എന്നോട് ചോദിക്കുക നമ്മൾ എവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും ഇച്ചിരി കൊടുക്കുന്നത്? അയ്യോ പാവം, യേശുവിന് എന്ത് കരുതലല്ലേ? യേശു ആരാ മോൻ? അടുത്ത വാക്യം വായിച്ചേ. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. കണ്ടോ? ഇന്നസെൻ്റ് ആയിട്ടുള്ള ചോദ്യം അല്ലായിരുന്നു. എന്തിനാ ചോദിച്ചത്? പരീക്ഷിപ്പാൻ. കേട്ടോ, നിങ്ങളും അങ്ങനെയല്ലേ വിചാരിച്ചത്? ഇവൻ പറഞ്ഞപ്പോൾ അയ്യോ യേശു എന്ത് പാവമല്ലേ, വിശന്ന് വരുന്നവരോട് മനസ്സലിഞ്ഞിട്ട് ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. എവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുമെന്നുള്ളതൊക്കെ യേശു നേരത്തെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പം ചോദിച്ചത് എന്തിനാ? പരീക്ഷിക്കാൻ. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെയും എന്നെയും യേശു ഒന്ന് പരീക്ഷിക്കുക. ഈ 140-ലധികം കോടി ജനങ്ങളുള്ള ഈ ഭാരതദേശത്തെ ഇത്രയും ജനകോടികളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എന്തിനാ കർത്താവ് ചോദിക്കുന്നത്? പരീക്ഷിക്കാനാ. എന്നെയും നിങ്ങളെയും കർത്താവ് ഒന്ന് പരീക്ഷിക്കുക. നമ്മുടെ മനസ്സ് പറയുന്നത് ഇത്രയും കൂടി ജനങ്ങളെ ഒന്നും രക്ഷിക്കാൻ പറ്റത്തില്ല, മാത്രമല്ല ഒരു ശേഷിപ്പല്ലേ അവിടെ ചെല്ലുള്ളൂ ബ്രദറെ. ചെറിയ ആട്ടുംകൂട്ടം അല്ലേ, വലിയ ആട്ടുംകൂട്ടം അല്ലല്ലോ, ചെറിയ ആട്ടുംകൂട്ടം. നമ്മളെന്തായാലും രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് നമ്മുടെ സീറ്റ് അവിടെ ഉറപ്പിച്ചു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കാനല്ല കർത്താവ് വന്നത്.
ഒരാൾ പോലും നശിച്ചു പോകരുത്, സകലരും രക്ഷിക്കപ്പെടണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് തൻ്റെ സ്വന്തം പുത്രനെ, ഏകജാതനെ ഇങ്ങോട്ട് അയച്ചത്. അതിനുവേണ്ടി ആ പുത്രൻ തൻ്റെ ജീവനെ നമുക്ക് മറുവലിയായി തന്നത്. അതിനുവേണ്ടിയാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചതെന്ന് നമുക്ക് ആ പാപബോധം തന്ന് ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധം തരുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നത് അതിനുവേണ്ടിയാണ്. ഇത്രയെല്ലാം പിതാവ് സ്നേഹിച്ചിട്ട്, പുത്രൻ സ്നേഹിച്ചിട്ട്, പരിശുദ്ധാത്മാവ് സ്നേഹിച്ചുകൊണ്ട് ഇന്നും തന്നെ ശുശ്രൂഷ നിർവഹിക്കുമ്പം ഇന്ന് എന്നെയും നിങ്ങളെ പരീക്ഷിക്കുവാനായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. മോനെ, തിരുവനന്തപുരത്തെ ജനത്തെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയും? കേരളത്തെ നമുക്ക് എങ്ങനെ ഈ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഈ ഭാരതദേശം ഈ അന്ധകാരത്തിൽ നമുക്ക് എങ്ങനെ അത്ഭുത പ്രകാശത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ കഴിയും എന്ന് എന്നോടും നിങ്ങളോടും ഇന്ന് ഈ ഉച്ചയെടുക്കുന്ന സമയത്ത് ദൈവം ചോദിക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ എന്തുത്തരം പറയും? താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. അതേ ഉള്ളൂ ഇപ്പോൾ ഒരു ആശ്വാസം. ഇത് കഴിഞ്ഞിട്ട് യേശു എന്തോ ചെയ്യാൻ പോവുക, അതെന്താണ് ചെയ്യാൻ പോകുന്നത് തനിക്ക് നല്ലവണ്ണം അറിവുണ്ട്, അല്ലേ? ഭാരതത്തിൽ ദൈവം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അതേ ഉള്ളൊരു ആശ്വാസം. ഞാൻ നിങ്ങളും വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്തോ ചെയ്യാൻ പോവുക, അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. ഒരാമയും പറഞ്ഞാട്ടെ. അതിൻ്റെ അർത്ഥം ഇന്ത്യ എങ്ങനെ അങ്ങ് വിടാനല്ല കർത്താവ് തീരുമാനിച്ചിരിക്കുന്നത്. ഹി ഈസ് ഗോയിങ് ടു ഡു സംതിങ്. അവൻ ചിലത് ചെയ്യാൻ പോവുക. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുക, ഇത്രയും വലിയ പുരുഷാരത്തിന് നമുക്കെങ്ങനെ അവരെ ഒന്ന് ഫീഡ് ചെയ്യാൻ പറ്റും? അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റും? ഉടനെ 7-ാം വാക്യം. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകെയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഓ, എന്തൊരു ബുദ്ധി! ഫിലിപ്പോസ് എന്താ പറഞ്ഞത്? യേശു എന്തായാലും ചോദിച്ചല്ലേ, ഇപ്പോൾ ഒരു ഉത്തരം പറയണമല്ലോ. അതായത് യേശുവേ, ഓരോരുത്തന് അല്പം അല്പം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെല്ലാവർക്കും എത്ര കൊടുക്കൂ? അല്പം അല്പം. സാഹിബിൻ്റെ ഭാഷ പറഞ്ഞാൽ കുറച്ച് കുറച്ച്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിഷൻ ഇത്രയാണ്. എന്താണ്? വലിയ ദർശനമാണ്, പക്ഷെ എല്ലാവർക്കും കിട്ടി വരുമ്പം അല്പം അല്പം. അവിടെ ഫിലിപ്പോസിൻ്റെ അല്പം അല്പം കൊടുക്കേണ്ടതിന് എന്തോ വേണം? 200 പണത്തിനപ്പം മതിയാകെയില്ല. അതിൻ്റെ അർത്ഥം ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് പുള്ളി നെഗറ്റീവായിട്ടാണ് പറയുന്നത്. കർത്താവേ, നീ ഇത് പറയുന്നല്ലോ, ഇത്രയും പേർക്ക് അല്പം ഒരു കടി വെച്ച് കൊടുക്കണമെങ്കിൽ 200 പണത്തിനപ്പം മേടിക്കണം. ഇനി അവർ പറഞ്ഞു വരുന്നത്, ഒന്നാമത് 200 പണം ഇവിടെ ഇല്ല. ട്രഷറേ നോക്ക് എത്രയുണ്ട്? ഇല്ല. യൂദാ അവിടെ നിന്ന് പൊക്കി കാണിച്ചില്ല, 200 പണം ഇല്ല. അടുത്തത്, ഇനി 200 പണം ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ കേറ്ററിംഗ് ഏജൻസി ഒന്നും ഇല്ല, ഈ കാട്ടുമൂക്കിക്കൊണ്ട് ഇതൊന്നും ഭക്ഷണം കൊടുത്തരാൻ ഇനി പറ്റത്തില്ല. ഇനി അടുത്തൊരു ചെറിയ പ്രശ്നം, ഇരുട്ടുന്നു. ഇവരെ ഇപ്പോഴങ്ങ് തീർത്തു വിട്ടാൽ നേരത്തെ വീട്ടിൽ പോവും. നോക്കണേ, ശിഷ്യന്മാരുടെ ഓരോ ഉപദേശമാണ് യേശുവിന്, അല്ലേ? ഒന്നാമത് പൈസ ഇല്ല, ഇയാളോട് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞില്ല, ഇയാളടുത്ത് കാൽക്കുലേറ്റർ എടുക്കാൻ പറഞ്ഞില്ല. ഇയാൾ ചാടിക്കയറി ഇതെല്ലാം എടുത്ത് കണക്ക് അവിടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. അടുത്തത്, ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. മതി. അവിടെ ഒരു അന്ത്രയോസ്. അപ്പം ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ട് അവിടെ ഏക്കുന്നില്ല. ഉടനെ അടുത്ത ഒരാൾ. ഇതിൻ്റെ സന്ദർഭം മനസ്സിലാക്കണം. 4 സുവിശേഷം കൂടെ നിങ്ങളിന്ന് ഒന്ന് പാരലായിട്ടൊന്ന് വായിച്ചെങ്കിലേ ഈ മൊത്തം സ്റ്റോറി കിട്ടത്തുള്ളൂ. യേശു വേറൊരു സുവിശേഷത്തിൽ പറയുന്നത്, യേശു ഇത്രയും പുരുഷാര ഫ്രണ്ടിൽ ഇരിക്കുമ്പം അവരുടെ മുമ്പേ വെച്ച് മൈക്കുണ്ടായിരുന്നു ഇങ്ങനെ എടുത്തിട്ട്, നിങ്ങൾ, അതായത് ഈ 12 പേർ, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, ഇങ്ങനെ അങ്ങ് പറഞ്ഞു കളഞ്ഞു. ആലോചിച്ചു, എന്തൊരു ചതിയായിപ്പോയത്, അല്ലേ? ഇത്രയും പേരുടെ മുമ്പ് വെച്ച് യേശു പരസ്യമായിട്ട് പറയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, എന്നിട്ട് മൈക്കങ്ങ് താഴെ വെച്ചു. ആ 12 എണ്ണത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. ഇത്രയും പേർക്കോ ഏതാണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പം അവരുടെ മനസ്സിൽ ചിന്ത എന്താ? യേശു എന്തോ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവരെ ആയിരിക്കും അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇവരിപ്പം തരും എന്ന് പറഞ്ഞിരിക്കുക. 5 വീട്ടിൽ പോയവരും കൂടെ തിരിച്ചു വന്ന് അവിടെ ഇരിപ്പായി. കാര്യം എന്താ? യേശു പറഞ്ഞല്ലോ. ഒരു ഫോൾസ് എക്സ്പെക്റ്റേഷൻ കൊടുത്തു, അല്ലേ? ഒരു തെറ്റായ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു പ്രതീക്ഷ കൊടുത്തു. കാര്യം
യേശു പരസ്യമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് തിന്മാൻ കൊടുപ്പിൻ. അപ്പം ഇനി കൊടുത്തേ പറ്റും. ശിഷ്യന്മാർക്ക് ദേഷ്യം. അതാണ് ഒരാൾ ഓടം കാൽക്കുലേറ്റർ എടുത്ത് കണക്ക് പറഞ്ഞ്, അതായത് 200 വേണം, ഫൊർഗെറ്റ് ഇറ്റ്, ഇല്ല. അടുത്ത ഒരാൾ ഒരു പയ്യനെ പിടിച്ചിട്ടുണ്ടെന്ന്, നീ വലിയ കാര്യമായിട്ട് ഞങ്ങളടുത്ത് കൊടുക്കാമോ? ഈ കാട്ടുമുക്കിൽ ആ കൂടി കണ്ട് ഒരു ചെറുക്കൻ, ആ ചെറുക്കൻ്റെ കയ്യിൽ ഒരു പൊതി, ആ പൊതി ഞാൻ പിടിച്ച് വാങ്ങിച്ച് തുറന്നു നോക്കിയപ്പോൾ എന്താണ്, ഒരു 5 അപ്പവും ഒരു 2 മീനും. അത് അവന് തിന്നാൻ വേണ്ടി അവൻ്റെ അമ്മ പോഞ്ഞു കൊടുത്തു വിട്ടു. അവൻ പിന്നെ യേശുവിൻ്റെ ലാവണ്യ വാക്ക് കേട്ടപ്പോൾ പൊതി കഴിക്കാൻ മറന്നുപോയി, അല്ലേ? അതുകൊണ്ടാണ് അവൻ ഇത്ര നേരം പൊതി വെച്ചിരുന്നത്. ഈ ഒരു പൊതി, അതായത് ഈ 5 അപ്പവും 2 മീനും അല്ലാതെ ഇത്രയും പേർക്ക് കൊടുക്കാൻ ഈ മലമണ്ടയ്ക്ക് ഒന്നും ഇല്ലെന്നേ. എന്തും എടുത്തിട്ടാണ് കൊടുക്കേണ്ടത്? ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മളും ഇതൊക്കെയാണ് പറയുന്നത്. യേശുവെ, ഞങ്ങൾ 2.5%. ഞങ്ങളെങ്ങനെ ഈ 140 കോടി ജനങ്ങളോട് സുവിശേഷം പറയും? ശരിയല്ലേ? 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 2.5%, 3% ഇപ്പോഴും തികഞ്ഞില്ല എന്നാണ് സർക്കാർ കണക്ക്. അതിനേക്കാൾ അല്പം കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. എന്നാലും വളരെ കുറവാണ്. ഈ ചെറിയൊരു ന്യൂനപക്ഷമായ നമ്മൾ ഇത്രയും ഒരു വലിയ ഭൂരിപക്ഷ സമൂഹത്തോട് എങ്ങനെ ഈ സുവിശേഷം പറയും? ഇതാണ് നമ്മളും ചോദിക്കുന്നൊരു ചോദ്യം. യേശു അതിന് എന്താ പറഞ്ഞ മറുപടി? ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. അടുത്തത് യേശു മുന്നോട്ട് തന്നെ കേട്ടോ. ആക്കൂടി ഇവിടെ കിട്ടിയത് ഒരു പൊതിയാ. പക്ഷേ യേശു പറഞ്ഞു, പൊതി ഉണ്ടല്ലോ. പണ്ട് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരാൾ ദാഹിച്ചിരുന്നു. അയ്യോ, ഇവിടെ വെള്ളം, എവിടെയെങ്ങാനും വെള്ളമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. നോക്കിയപ്പം 1/2 ഗ്ലാസ്സേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, 1/2 ഗ്ലാസ്സേ ഉള്ളൂ. അപ്പം ദാഹിച്ചിരുന്നവൻ പറയാം, 1/2 ഗ്ലാസ് ഉണ്ടല്ലോ. അപ്പം ഈ 1/2 ഗ്ലാസ്സിനെ 2 തരത്തിലും കാണാം. 1/2 ഗ്ലാസ്സേ ഉള്ളൂ എന്നും പറഞ്ഞു കൊടുക്കാം. അതേ സമയത്ത് 1/2 ഗ്ലാസ് ഉണ്ടല്ലോ എന്നും അതിനെ കാണാം, അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ 5 അപ്പവും 2 മീനും അതിനെങ്ങനെയാണ് ഇയാൾ കൊണ്ട് അവതരിപ്പിച്ചത്? ഇത്രയും പേർക്ക് ഇത് എന്തുള്ളൂ, 1/2 ഗ്ലാസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ യേശു എന്താ പറഞ്ഞ, 5 അപ്പവും 2 മീനും ഉണ്ടല്ലേ, ഇരുത്ത്, വരിയായിട്ട് ഇരുത്ത്. അവിടെ 50 100 വെച്ച് കൃത്യമായിട്ട് അങ്ങ് ഇരുത്തി. ഈ ശിഷ്യന്മാരാണ് ഓടി നടന്ന് ഇവരെ ഇരുത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ഗ്യാരണ്ടി പറഞ്ഞാൽ കൊണ്ട് ഇരുത്തിയത്? ഇരുത്തിയാ കൊടുക്കണം. എന്തെടുത്തിട്ടാണ് കൊടുക്കുന്നത്? ഇപ്പോഴും ഉള്ളത് കൊടുക്കുന്നത്. അടുത്തത് ആദ്യം ഒന്ന് ഇരുത്ത്, അല്ലേ? ഒന്ന് പന്തിയായിട്ട് ഇരുത്ത് ഇന്ന് ദൈവസഭയോട് പറയാ. അതായത് ഈ പട്ടണത്തിൽ നിങ്ങൾ തലങ്ങും വിലങ്ങും, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എവിടെയാ, അവിടെ ഒന്ന് പന്തി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ തലങ്ങും വിലങ്ങും ഒന്ന് നടന്ന്, നിങ്ങൾ ആ കോളനി കൂടെ ഒക്കെ ഒന്ന് നടന്ന്, നിങ്ങളുടെ റോഡിലും ആ ഇടവഴിയിലും, തിരുവനന്തപുരം ഭാഷ പറഞ്ഞ ആ മുടുക്കിലൂടെയൊക്കെ ഒന്ന് കയറിപ്പോ. എന്നിട്ട് എല്ലായിടത്തും കർത്താവേ, ഞാനൊന്ന് പന്തിയായിട്ട് ഇവരെയൊക്കെ ഒന്ന് ഇരുത്താൻ പോവുക. വേറൊന്നിനുമല്ല, ഞാൻ ഇവർ ദൈവരാജ്യത്തിൽ ഒരിക്കൽ ഇവർ പന്തിക്കിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പട്ടണത്തിൽ തലങ്ങും വിലങ്ങും നടന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഓരോ വീട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഈ റോഡെ കൂടെ പോകുന്ന ജനസമൂഹങ്ങളെ കാണുമ്പോൾ പ്രാർത്ഥിക്കും. ഞാൻ ചന്തയിൽ പോകുമ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ലൂലുമാളി പോകുമ്പോൾ ഞാൻ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ പ്രാർത്ഥിക്കും. കർത്താവേ, ഇതുപോലെ ജനക്കൂട്ടം, കർത്താവെ, രക്ഷിക്കപ്പെട്ട് കൂട്ടമായി യേശുവിൻ്റെ അടുത്ത് വരുന്നതും സഭയിലേക്ക് കടന്നു വരുന്നതും അവർ സാക്ഷികളായി ഇറങ്ങിപ്പോകുന്നതും ഞാൻ വിശ്വാസത്താൽ കണ്ട്, കർത്താവെ, ഞാനിപ്പോഴേ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ മഹാപുരുഷാരത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പന്തിയായി ഇരുത്തണം പ്രിയപ്പെട്ടവരെ. ഇപ്പം നമ്മൾ ആരും ഇരുന്ന് തരത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, കർത്താവേ, ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എൻ്റെ കുടുംബത്തിൽ ഇനിയും കർത്താവിനെ അറിയാത്തവർ, എൻ്റെ അയൽവക്കങ്ങളിലുള്ളവർ, അവരെ ഞാൻ പന്തിയായിട്ട് കർത്താവേ, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാനൊന്ന് ഇരുത്തുന്നപ്പാ. ഞാനവരെ ഇരുത്തി ഞാനൊന്ന് സ്വപ്നം കാണുന്നു. അവർ കർത്താവെ വരിയായി ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ജീവൻ്റെ അപ്പം വിളമ്പി കൊടുക്കുന്നത് ഞാൻ കാണുന്നു. അവരാ ജീവജലം കുടിക്കുന്നത് ഞാൻ കാണുന്നു. അതിനു മുമ്പായി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആദ്യം ഒന്ന് ഇരിക്കണം. അത് ആദ്യത്തെ പടിയാ. ഇവിടെ നോക്കിയേ, വരിയായി അവരെ ഇരുത്തുവാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരാണ് 5000 ഇരുന്നത്. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഇതിനകത്ത് സ്ത്രീകളും ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ട്. അതുകൊണ്ടല്ലേ ചെറുക്കം വന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, മിനിമം ഒരു 10,000-ന് മുകളിൽ ആളുണ്ട്. നമ്മൾ 5000 എന്ന് പറയും, പക്ഷേ 5000 പുരുഷന്മാർ തന്നെ ഉണ്ട്. ശരി, അടുത്തത്
പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു എന്നാണ് ആ സുവിശേഷത്തിൽ വായിക്കുന്നത്. നിങ്ങൾ ബാക്കി 3 സുവിശേഷം വീട്ടിൽ പോയി വായിക്കണം. അതൊന്ന് കമ്പയർ ചെയ്ത് വായിച്ചേ. അതൊരു നല്ല പാഠമാണ് ഇന്നത്തെ സഭയ്ക്ക്, അല്ലേ? വലിയ പുരുഷാരം അവർ നിരാശയോടെ ക്ഷീണിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ആശയറ്റവരായി ആലംബഹീനരായി അവർ നരകത്തിലേക്ക് അടിവെച്ച് പോകുമ്പം അവർക്ക് ജീവൻ്റെ അപ്പം കൊടുക്കുവാൻ കർത്താവ് നമ്മോട് കൽപ്പിക്കുക, പ്രിയപ്പെട്ടവരെ. പക്ഷെ അന്ന് കർത്താവ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പം ആദ്യം യേശുവിന് കിട്ടിയ ഉപദേശം എന്താണെന്നറിയാമോ? സെൻഡ് ദ ക്രൗഡ് ഹോം, അല്ലേ? എന്താണ്? ആൾക്കൂട്ടത്തെ അങ്ങ് വീട്ടിൽ പറഞ്ഞു വിട്ടേരെ. അപ്പം എൻ്റെ ചോദ്യം, ദർ കമ്പാഷൻ, അവർക്ക് മനസ്സലിവ് അവിടെ പോയി. ഇന്നത്തെ ദൈവസഭയുടെ പ്രശ്നം ഇതാ, പ്രിയപ്പെട്ടവരെ, മനസ്സലിവില്ല. ആൾക്കൂട്ടത്തെ കണ്ടാൽ മനസ്സലിയുന്നില്ല. യേശു എപ്പോഴൊക്കെ ആൾക്കൂട്ടത്തെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ മനസ്സലിഞ്ഞിട്ടുണ്ട്. ഇന്ന് ശുശ്രൂഷകരായിരിക്കുന്ന നമുക്കും വി ആർ ഓഫൻ ടെംപ്റ്റഡ് ഇൻ മിനിസ്ട്രി ടു ഗെറ്റ് റിഡ് ഓഫ് ദ വെരി പീപ്പിൾ ഗോഡ് വാണ്ട്സ് അസ് ടു ഹെൽപ്പ്. നമ്മുടെ മുമ്പിലൊരു സഹായത്തിനായിട്ട് ദൈവം അയക്കുന്ന വ്യക്തികളെ പറഞ്ഞയക്കാനാണ് നമുക്ക് തിടുക്കം. ദൈവമാണ് അവർ നമ്മുടെ അടുത്തേക്ക് അയച്ചത്. നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ കൈനീട്ടി നിൽക്കുന്നു. ദൈവമാണ് അവരെ അയച്ചത്. പക്ഷെ നമ്മളവർക്ക് ഒന്നുമില്ല. ഇന്ന് നമ്മൾ പറയുന്ന വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഇപ്പം പുതിയൊരു പറഞ്ഞിട്ടുണ്ട്, പൈസ ഇല്ല, ഗൂഗിൾ പേ ഉണ്ടോ? ഭിക്ഷക്കാരന് ഗൂഗിൾ പേ ഇല്ല എന്നറിയാം, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പം വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരനും QR കോഡ് എടുത്ത് കാണിക്കും. ഭിക്ഷക്കാരൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സൂക്ഷിക്കണം, അവൻ ചിലപ്പോൾ എടുത്ത് കാണിച്ചെന്നിരിക്കും. ഈ ഇടയ്ക്ക് കുറച്ച് മാങ്ങ പറിച്ചിട്ട് റോഡ് സൈഡിൽ വിൽക്കുന്നു. ഇവിടെ ഒരു കാറുകാരൻ വെച്ചിട്ട്, ഡേ ഗൂഗിൾ പേ എടുക്കുമോ? എടുക്കും സാറേ. എടാ, മാങ്ങ പറിച്ച് വഴിയിലിട്ട് വിൽക്കുന്നവനും ഗൂഗിൾ പേയും കൊണ്ടാണ് നിൽക്കുന്നത്. ആലോ ചോദിക്കും. അവൻ സ്ഥിരം കച്ചവടക്കാരനല്ല, അവൻ വരാനുള്ള ഏർപ്പാടും കണ്ടിട്ടാണ് അവൻ നിൽക്കുന്നത്. അവനറിയാം ആരുടെയും ഇപ്പം പൈസയില്ല എന്ന്, അല്ലേ? ഇവിടെ ഗോഡ് ഈസ് സെൻഡിങ് പീപ്പിൾ ടു അസ്, ബട്ട് അവർ ടെൻഡൻസി ടു ഗെറ്റ് റിഡ് ഓഫ് ദം. അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക എന്നുള്ളതിലാണ് നമ്മളിപ്പം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഫിലിപ്പോസ് പറയുന്നത് there wasn't enough money, പണമില്ല. അതിൻ്റെ അർത്ഥം അയാൾ ഉദ്ദേശിക്കുന്നത് ഇഫ് there was a bigger budget നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇന്ന് നമ്മുടെയും പ്രശ്നം ഇതാ. ഇന്ന് ദൈവസഭ എന്താ പറയുന്നത്? നോർത്ത് ഇന്ത്യയിലോട്ട് ഇതൊക്കെ ആണെങ്കിലും ബ്രദറെ, കുറച്ചൊരു 10,000 രൂപ വെച്ച് കൊടുത്തൊരു 100 മിഷണറിമാരെ നമുക്കൊന്ന് അയച്ചു നോക്കിയാലോ? അപ്പോൾ 10,000 × 100 എത്ര ആവും? കണക്കിന് ജയിച്ചു വല്ലവരും ഉണ്ടോ? നിങ്ങളൊക്കെ എന്നെ നോക്കുന്ന കണ്ടാൽ നിങ്ങളും തോറ്റ പോലാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു വർഷത്തേക്ക് നമുക്കൊരു പ്ലാൻ വേണേൽ ഉണ്ടാക്കിയാലോ? 10,000 രൂപ കൊടുത്തൊരു മിഷണറി, അങ്ങനെ 100 മിഷണറിമാരെ അയക്കാം. ഇതൊക്കെയാണ് നമ്മുടെ വലിയ പ്ലാൻ. ഇനി അതിനൊന്നും നേരമില്ലാന്നേ. അപ്പം ബിഗർ ബഡ്ജറ്റ് അല്ല പ്രശ്നം. ഇനി അവിടെ അന്ത്രയോസ് ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് പറയാം, ഈ 5 അപ്പവും 2 മീനും ഇനാഡിക്വേറ്റ്, ഇതെന്താവാനാ? അവിടെ 6:9 ബട്ട് വാട്ട് ആർ ദേ എമംഗ് സോ മെനി, ഇത്രയും വലിയ പുരുഷാരത്തിന് ഇതെന്ത്? ഇവിടെയാണൊരു ഉത്തരം ബൈബിളിലുണ്ട്. ഓഫ് ദെംസെൽവ്സ് ദേ ആർ നത്തിങ്, തങ്ങളിൽ തന്നെ നമ്മളൊന്നുമല്ല. ഇതാദ്യം മനസ്സിലാക്കണം, അല്ലേ? ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ ശിഷ്യന്മാർ they were trying to become manufacturers, whereas they were only asked to be distributors. ഇത് വിതരണക്കാരായിട്ട് മാത്രമേ നിൽക്കാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവരെന്താണ്? ഞങ്ങളിനി അപ്പം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം. ഇതൊക്കെയാണ് അവർ മറ്റേ ഏഷ്യൻ ബ്രെഡിൻ്റെ ഫാക്ടറി തുടങ്ങുന്ന കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ കർത്താവ് വാഴ്ത്തി കൊടുക്കുന്ന അങ്ങോട്ടൊന്നും വിതരണം ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട, അല്ലേ? ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തനിക്ക് അറിയാമായിരുന്നു. അതാണ് നമുക്കുള്ളൊരു ആശ്വാസം, അല്ലേ? യോഹന്നാൻ 6:6 ഹീ ന്യൂ ഓൾറെഡി വാട്ട് ഈസ് ഗോയിങ് ടു ഡു. അപ്പം കർത്താവ് എന്തോ ചെയ്യാൻ പോവുക, കർത്താവ് അത് കണ്ടിട്ടാണ് നമ്മോടിന്ന് എന്തോ ചെയ്യാൻ പറയുന്നത്. പക്ഷെ ആ നമ്മോട് ചെയ്യാൻ പറയുന്നത് പോലും നമ്മളെ പരീക്ഷിക്കാനായിട്ട് ചോദിക്കുന്നത്. അടി പരീക്ഷയിൽ നമ്മൾ ജയിക്കണം, അല്ലേ? അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഉണ്ട്, ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട്സ് ഗോയിങ് ഓൺ, ഗോഡ് ഡിഡ്ന്റ് ഡു ഇറ്റ്. നിങ്ങൾക്കൊരു അത്ഭുതം അത് നിങ്ങൾക്ക് നന്നായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നെങ്കിൽ അത് ദൈവം ചെയ്തതല്ല. പക്ഷെ ചിലത് നമുക്ക് വിശദീകരിക്കാനേ കഴിയത്തില്ല. അതെന്തുകൊണ്ടാണ്? ദൈവം ചെയ്തു.
5 അപ്പം കൊണ്ട് ഇത്രയും 1000 പേര് കഴിച്ചോ? വിശദീകരിക്കാൻ പറ്റും? ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്? നോ. വൈ? അത് യഹോവ ചെയ്തു. അതുകൊണ്ടാണ് 126 സങ്കീർത്തനം, ഈ 126 സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. 1-ാം വാക്യം, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ഇരിക്കുക. എൻ്റെ 3-ാം വാക്യം കൂടെ, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവ വൻ കാര്യങ്ങളെ ചെയ്യാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? അത് വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ട്. God is going to do marvelous things. അന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ഇരിക്കും. ഇവിടെയാണ് ഒറ്റ വാക്ക് പറഞ്ഞാൽ നിർത്താണ്. എന്താണ്? ദ വേർഡ് ഗ്രേസ്. ദൈവം സഭയുടെ മേൽ ചൊരിയാൻ പോകുന്ന ദൈവകൃപയാൽ നമ്മെ കൊണ്ട് കഴിയാത്തത്, നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്തത്, പക്ഷെ കർത്താവ് നമ്മളോട് പറയുമ്പം, കർത്താവ് ഇത് മനസ്സിൽ കണ്ടിട്ടുണ്ട് നേരത്തെ, കർത്താവാണ് ചെയ്യാൻ പോകുന്നത്, പക്ഷേ ആ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ അവൻ എന്നെക്കൂടെ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചിട്ട് പറയുമ്പോൾ, കർത്താവേ അങ്ങനോട് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം കർത്താവേ, ഞാൻ അങ്ങേ അവിശ്വസിക്കാതെ വിശ്വസിക്കാം കർത്താവേ. ദൈവമേ, അസാധ്യങ്ങളാണ് ഞാൻ എല്ലാം കാണുന്നത്, പക്ഷേ ആ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവമാണ് എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ കർത്താവെ മുന്നോട്ട് ഇറങ്ങാൻ കർത്താവെ. കണ്ണടച്ചാട്ട്, എല്ലാവരും കണ്ണടച്ചാട്ട്, എല്ലാവരും കണ്ണടച്ചാട്ട്. ഹാലലൂയ, ഹാലലൂയ. കർത്താവെ, വിശ്വസിക്കുവാനുള്ള കൃപ, അങ്ങ് പറയുന്നത് അനുസരിക്കുവാനുള്ള കൃപ, ചുറ്റുപാടുകളെ നോക്കിയിട്ടല്ല, അസാധ്യങ്ങളെ കണ്ടിട്ടല്ല. കർത്താവെ, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിന് വഴിയും കണ്ടിട്ടുണ്ട്. കർത്താവെ, അങ്ങ് ചെയ്യുന്ന ആ വലിയ പ്രവൃത്തിയിൽ കർത്താവെ എന്നെ നീ ഭാഗഭാഗാക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കരുത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.